ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് പെൻഷനായി. പുരോഹിതപുത്രൻ അല്ലാത്തത് ആരാണ്? പുരോഹിതപുത്രൻ അല്ലാത്തത് ഓപ്ഷൻ എ നാദാബ്, ഓപ്ഷൻ ബി അബിഹു, ഓപ്ഷൻ സി ഗർഷോം, ഓപ്ഷൻ ഡി ഹൊഹ്നി. ഇപ്പൊ ആൻസർ പറഞ്ഞില്ലെങ്കിൽ അല്ല പറഞ്ഞ് തെറ്റിയാൽ 3000 രൂപയിലേക്ക് മടങ്ങി പോകും. ഇല്ല ഇനി ഉത്തരം അറിയില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ 4000 രൂപ സമ്മാനത്തുക ലഭിക്കും. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9443727226 9400520909. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം കർമ്മേൽ. ആദ്യം ഉത്തരം അയച്ചത് ജോയൽ മാത്യു, ബറോഡ, ഗുജറാത്ത്. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. 2026 നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ഈ വർഷം ഒരുപാട് മാറ്റങ്ങളുടെ വർഷമാകട്ടെ. എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വരട്ടെ. ഞങ്ങൾ ബൈബിൾ ബ്രെയിൻസും മാറ്റങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് 2026 ഈ പുതിയ വർഷത്തിലേക്ക് കടന്നു പോകാം. നമ്മളോടൊപ്പം 2026 ആദ്യത്തെ എപ്പിസോഡിൽ മത്സരിക്കുന്നത് കുമളിയിൽ നിന്നും മാത്യു PC അങ്കിളാണ്. അങ്കിളിനെ നമുക്ക് വ്യക്തമായി പരിചയപ്പെടാം. കുമളിയിൽ എവിടെയാണ്? ഇടുക്കി കുമളിയിൽ എവിടെയാണ് താമസിക്കുന്നത്? കുമളി ചക്കുവെള്ളം പഞ്ചായത്തിലെ 6-ാം മൈൽ 7-ാം മൈൽ ഇടയ്ക്ക്. 6-ാം മൈൽ 7-ാം മൈലിനും ഇടയിലാണ് താമസിക്കുന്നത്. എന്ത് ചെയ്യുകയായിരുന്നു ജോലി? ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് പെൻഷനായി. ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ പെൻഷനായിട്ട് എത്ര വർഷമായി? പെൻഷനായിട്ട് 10-15 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു. അപ്പൊ എവിടൊക്കെ ജോലി ചെയ്തു? KCB-യിലായിരുന്ന സമയത്ത്? KCB-യില് വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, പവർ ഹൗസിലായിരുന്നു ആദ്യം ജോലി ചെയ്തത്. അവിടെ നിന്ന് പിന്നെ വാകത്താനം സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ വാകത്താനത്ത് വന്നു.
അവിടെ നിന്ന് പിന്നീട് ഇതിൻ്റെ പൂവന്തുരുത്ത് പവർ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ പൂവന്തുരുത്ത് സബ്സ്റ്റേഷൻ, മെയിൻ സബ്സ്റ്റേഷൻ 220 kV സബ്സ്റ്റേഷൻ, ആ സ്ഥലത്ത് കുറേ നാൾ ജോലി ചെയ്തു. പിന്നെ ചങ്ങനാശ്ശേരി സബ്സ്റ്റേഷനിൽ, അത് 66 kV സബ്സ്റ്റേഷനാണ്, അവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തു. പിന്നെ ആലപ്പുഴ കിടങ്ങറ, അവിടെ ആയിട്ട് കുറേ നാൾ ജോലി ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഒരു കാലിന് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, മുട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ചെത്തിപ്പുഴ, ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സബ്സ്റ്റേഷനിലേക്ക് പോയി ട്രാൻസ്ഫർ വാങ്ങി അവിടെ നിന്ന് പെൻഷൻ പറ്റി. ഈ തെക്കൻ മേഖലകളിലെ ജോലി ചെയ്തത് അങ്ങ് വടക്കോട്ടൊന്നും പോയിട്ടില്ല കേരളത്തിന്റെ? വടക്കോട്ടും പോയില്ല, തെക്കോട്ടും പോയില്ല. ഈ കോട്ടയം ഇടുക്കിയുടെ ഭാഗത്ത്, ആ പരിസരങ്ങൾ, ഇടുക്കിയിലാ തുടക്കം. പിന്നീട് അവിടെ നിന്ന് പിന്നെ കോട്ടയം ജില്ലയിലോട്ട് പോയി. കോട്ടയം ജില്ലയിൽ നിന്ന് പിന്നെ ഓരോ ആലപ്പുഴയിലോട്ട് മാത്രം ഒരു ട്രാൻസ്ഫർ ആയിട്ട് പ്രൊമോഷൻ ആയി ആലപ്പുഴയിലേക്ക്. ഓക്കെ. അപ്പോൾ ഈ ബൈബിൾ ബ്രെയിൻസിൽ മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. അതോ മത്സരിക്കാം, എന്തായാലും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചതാണോ? എന്തായാലും ഒന്ന് നോക്കാം, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ നോക്കും. ആദ്യമായിട്ട് ഇങ്ങനൊരു, നമുക്ക് എനിക്ക് തോന്നുന്നു ക്രിസ്തീയ പ്രസ്ഥാനത്തിൽ തന്നെ, ക്രിസ്തീയ സഭകളിൽ തന്നെ ഇങ്ങനൊരു സംരംഭം ആദ്യമാണ്. ഞങ്ങൾ എപ്പോഴും പ്രേക്ഷകരോട് പറയാറുണ്ട്, ഇത് പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ബൈബിൾ വായിക്കുന്ന, ബൈബിൾ പഠിക്കുന്ന ആർക്കും കടന്നു വരാം, മത്സരിക്കാം, സമ്മാനം നേടാം. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പൊ വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ. അപ്പൊ മക്കള്? 2 മക്കളുണ്ട്. ഒരാൾ കുടുംബമായിട്ട് കാനഡയിൽ കാൽഗറി ജോലി ചെയ്യുന്നു. ഒരു മോള്, അവരും ഭർത്താവും കുടുംബമായിട്ട് അവർ ബാംഗ്ലൂര് ജോലി ചെയ്യുന്നു. ബാംഗ്ലൂരിൽ അനീഷ് മനോജ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ പാസ്റ്ററുടെ ചർച്ചിൽ ഇപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ചിൽ പ്രവർത്തിക്കുകയും ജോലിയും കൂടെയാണ്. മകളും കുടുംബവും. മകൻ കാനഡയിൽ, മകൻ കാനഡ. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഞാൻ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വിശദീകരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യം. ആ 4 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 1000 രൂപ സമ്മാനത്തുക നമ്മൾ എത്തും. രണ്ടാമത്തെ റൗണ്ടിലും 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പൂർത്തീകരിച്ചാൽ 3000 രൂപ സമ്മാനത്തുക. ആ സമ്മാനത്തുക പിന്നീട് നഷ്ടപ്പെടില്ല. അവസാനത്തെ 3 റൗണ്ട് ചോദ്യങ്ങൾ, അതിനും ഉത്തരം പറഞ്ഞാൽ 4 ചോദ്യങ്ങൾ, അതിനുത്തരം പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ 12ാമത്തെ ബമ്പർ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 10,000 രൂപയുടെ സമ്മാനം. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഓർഡറും സമ്മാന തുകകളും. അപ്പൊ നമുക്ക് ഇനി മത്സരത്തിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം: കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യന് രക്ഷ ചെയ്തത് ഇവരിലാരാണ്? ഓപ്ഷൻ എ ലേവ്യൻ, ഓപ്ഷൻ ബി ശമരിയക്കാരൻ, ഓപ്ഷൻ സി പുരോഹിതൻ, ഓപ്ഷൻ ഡി ന്യായാധിപൻ. ഇവരിലാരാണ് രക്ഷ ചെയ്തത്? ശമരിയക്കാരൻ, ബി. ഓപ്ഷൻ ബി ശമരിയക്കാരൻ. ഉത്തരം ഉറപ്പിക്കുന്നു. അതല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ പുരോഹിതന്മാരോ ശുശ്രൂഷ നിൽക്കുന്ന ആരോ സഹായിച്ചൊന്നും വരികയല്ലേ? എന്ത് പറയുന്നു? പ്രത്യേകിച്ച് ലേവ്യൻ, ലേവ്യരും പുരോഹിതന്മാര് സഹായിക്കില്ലല്ലേ? ശമരിയക്കാർക്കാണ് കുറച്ചുകൂടെ, അതായത് വെളിയിൽ നിൽക്കുന്ന സാധാരണക്കാരായി നമ്മൾ കാണുന്ന ആളുകളാണ് എപ്പോഴും നമുക്ക് സഹായമായി വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും സഹായിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും മിക്കപ്പോഴും നമുക്ക് സഹായികളായിട്ട് മാറുന്നത്. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഓപ്ഷൻ ബി ശമരിയക്കാരൻ. ഉത്തരം ശരിയാണോ? ശമരിയക്കാരൻ ഉത്തരം വളരെ ശരിയാണ്. ആദ്യത്തെ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം: മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിന്ന മഹാപുരോഹിതൻ. ഓപ്ഷൻ എ യോശുവ, ഓപ്ഷൻ ബി എലയാസർ, ഓപ്ഷൻ സി അബ്യാഥാർ, ഓപ്ഷൻ ഡി യഹോയാദ. ഓപ്ഷൻ എ യോശുവ. ഓപ്ഷൻ എ യോശുവ. ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ യോശുവ. ഉത്തരം ഉറപ്പിക്കാം. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള ഒരു പരാമർശമാണ്. യോശുവ പുരോഹിതനായിരുന്നു. വേറൊരു യോശുവയുണ്ട്. ഈ യോശുവ പുരോഹിതനാണ്. കൃത്യമായ ഉറപ്പുണ്ട്. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉള്ള ഒരു പരാമർശമാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു എന്ന് സാത്താൻ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവം പറയുന്നു,
അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ് കൊള്ളിയാണ്. എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ യോശുവ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ യോശുവ ഉത്തരം വളരെ ശരിയാണ്. ഇപ്പോൾ ഈ സമയത്ത് പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യം കൂടി നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇതാ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യത്തിന്റെ ആദ്യ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന: ദൈവം നമ്മോട് കാണിക്കുന്ന അളവില്ലാത്ത ക്ഷമയെ നാം മറ്റുള്ളവർക്കും കാണിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഉപമയാണിത്. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം: പുരോഹിതപുത്രൻ അല്ലാത്തത് ആരാണ്? പുരോഹിതപുത്രൻ അല്ലാത്തത്. ഓപ്ഷൻ എ നാദാബ്, ഓപ്ഷൻ ബി അബീഹു, ഓപ്ഷൻ സി ഗർഷോം, ഓപ്ഷൻ ഡി ഹൊഹ്നി. ഇതിലാരാണ് പുരോഹിതപുത്രൻ അല്ലാത്തത്? ചിന്തിച്ച് സമയമെടുത്ത് ഉത്തരം പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ചിലര് പുത്രന്മാരെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്ര ഭാഗങ്ങൾ തന്നെയാണ്. ഇതിലൊരാൾ പുരോഹിതപുത്രനല്ല. കൊഹ്നി ആരുടെ പുത്രനാണ് എന്നറിയാം എന്നെനിക്ക് തോന്നുന്നു. അത് ശൗമേൽ പ്രവാചകന്റെ കാലത്തിന് മുൻപുള്ള ഒരു പുരോഹിതനുമായി ബന്ധപ്പെട്ടതാണ്. തീയിറക്കിയ ആളുകളിൽ പെട്ട ആളുകളും ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പായിട്ട് പ്രയോഗിക്കുന്ന പേരുകളും ഇതിനകത്തുണ്ട്. ആ ഗ്രൂപ്പിൽ പെടാത്തൊരു പേര് ഇതിൽ വന്നിട്ടുണ്ട്. പുരോഹിതപുത്രനല്ലാത്തത് അബീഹുവിനോടൊപ്പം എപ്പോഴും പറയുന്ന ഒരു പേരാണ് ഇതിൽ മറ്റൊരു പേര്. അപ്പൊ ഇതിനകത്ത് അബീഹുവിന്റെ സഹോദരനാണ് ഒരാള് പുരോഹിതപുത്രനാണ്, അല്ലാത്തത് ഒരാൾ. ഗർഷോം. ഓപ്ഷൻ സി ഗർഷോം. ഓപ്ഷൻ സി ഉറപ്പിക്കാം. ഓപ്ഷൻ സി ഗർഷോം ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അത് ഈ ഹൊഫ്നിയും ഫിനഹാസും ഏലി പുരോഹിതന്റെ മക്കളാണ്. അവര് ജീവിതം നല്ലത് അല്ലാതിരുന്നതിനാൽ ദൈവം അവരെ ശിക്ഷിച്ചു എന്ന് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു അബീഹുവും നാദാബും ഒരുമിച്ച് പ്രയോഗിക്കുന്ന പേരുകളാണ്. അതിൽ വരാത്തത് ഈ ഗർഷോം. എനിക്ക് തോന്നുന്നു ഗർഷോന്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ സമാഗമന കൂടാരത്തിന്റെ തിരശീലകൾ ചുമക്കാൻ ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചിരുന്നു. 3 കൂട്ടം ആളുകളുണ്ട്: കെഹാത്യര്, ഗർഷോന്യര്, മെരാര്യര്. അപ്പൊ അതിനകത്ത് പെട്ട ഒരു കൂട്ടമാണ് ഗർഷോം. നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ഗർഷോം. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി ഗർഷോം ഉത്തരം ശരിയാണ്. അപ്പോൾ 3 ചോദ്യത്തിന്റെ കടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്ക്രീൻ നല്ലപോലെ ശ്രദ്ധിക്കാം. ചെറിയൊരു പ്രയാസം സ്ക്രീനിൽ നോക്കുന്നതിലുണ്ട് എന്നെനിക്ക് സമയമെടുത്ത് ഉത്തരം പറഞ്ഞാൽ മതി. നമുക്ക് മുൻപിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം: ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ പിതാവ്, ഓപ്ഷൻ ബി പുത്രൻ, ഓപ്ഷൻ സി ആത്മാവ്, ഓപ്ഷൻ ഡി ദൂതൻ. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം. സി ആത്മാവ്. ഓപ്ഷൻ സി ആത്മാവ് ഉത്തരം ഉറപ്പിക്കാം. ഇപ്പം പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവഹിത പ്രകാരം വിശുദ്ധർക്ക് വേണ്ടി ആത്മാവ് പക്ഷവാദം ചെയ്യുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിലെ പ്രയോഗമാണ് അത്. മറ്റ് അർത്ഥങ്ങളില്ല. പിതാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന മറ്റൊരാള് പുത്രനാണ്. സദാസമയം നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ എന്ന് പുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് ആത്മാവാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആത്മാവ്. ഉത്തരം ശരിയാണോ? ആത്മാവ് ഉത്തരം വളരെ കൃത്യമാണ്. ഇനി KCB-യെ കുറിച്ച് 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദ്യമല്ല ഉത്തരം പറഞ്ഞില്ല 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ KCB-യിൽ നമുക്ക് എപ്പോഴും പവർ കട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. എന്തുകൊണ്ടാണ് പവർ കട്ട് ഏർപ്പെടുത്തിയിരുന്നത്? അന്നത്തെ കാലത്ത് വെളിയിൽ നിന്ന് കറണ്ട് കൂടുതൽ വാങ്ങിക്കാതെ കേരളത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് ചെലവഴിക്കാൻ നോക്കിയിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ സമയത്താണ് കൂടുതലും പവർ കട്ട്, 1/2 മണിക്കൂർ വെച്ച് സ്ഥിരമായിട്ട് പവർ കട്ട്.
സ്ഥിരമായിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ഭരണം വന്നു കഴിഞ്ഞപ്പോഴത്തേന് വെളിയിൽ നിന്ന് വില കൊടുത്ത് വൈദ്യുതി വാങ്ങിക്കുമ്പോൾ ആ ആ വില കൊടുത്തതിൻ്റെ ഫലം പിന്നീട് ആൾക്കാർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് തന്നെ അതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്നുണ്ട്. അനുഭവിക്കുന്നു. അന്ന് കറണ്ട് ചാർജ് കുറവായിരുന്നു, ആ. ഇന്ന് അതിൻ്റെ 4 ഇരട്ടിയിലേക്ക് പോയി. കറണ്ട് ചാർജ് അത് നമ്മൾ ആ. വെളിയിൽ നിന്ന് പക്ഷെ കറണ്ട് വെളിയിൽ നിന്ന് കറണ്ട് വാങ്ങുന്നത് കൊണ്ടാണ് ആ. ഇപ്പം പവർ കട്ട് ഇല്ലാതെ പവർ കട്ട് ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട്. അപ്പൊ അന്ന് വെളിയിൽ നിന്ന് കറണ്ട് വാങ്ങുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് വൈദ്യുതി ഉൽപാദനം കൂടുതലുണ്ടോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. വൈദ്യുതി ഉൽപ്പാദനം വെളിയിൽ നിന്ന് വാങ്ങിക്കുക കൂടുതൽ. ആ ഇവിടെ വൈദ്യുതി ഇടുക്കിയിലെ ഉൽപാദനം കൂടുതലില്ല. ഇവിടെ ഈ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു പരമാവധി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. ഉം, ഉം. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കും. വെളിയിൽ നിന്ന് മേടിക്കുകയാണ്. ഓക്കെ. അപ്പം നമുക്ക് പവർ ഇല്ലെങ്കിൽ വെളിയിൽ നിന്ന് പവർ കൊണ്ടുവരാൻ പറ്റും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പവർ ഇല്ലാത്ത എല്ലാവരും വെളിയിൽ നിന്ന് ഇച്ചിരി പവർ മേടിച്ചോണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി കാശ് മുടക്കുകയാണെങ്കിൽ ഇച്ചിരി പവർ മേടിച്ചോണം അല്ലേ? നമുക്ക് പിന്നെ നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്നും കറണ്ട് ഉണ്ടാക്കാനുള്ള വഴിയും ആ. എല്ലാം ഉള്ളതുകൊണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിന്റെ രണ്ടാമത്തെ സൂചന കൂടെ ഈ സമയത്ത് നൽകുകയാണ്. സൂചന ശ്രദ്ധിക്കുക. ഉത്തരം കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലും രേഖപ്പെടുത്തുക. ഇതാണ് സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി യേശു പറഞ്ഞ ഉത്തരത്തിന്റെ ഭാഗമാണ് ഈ Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ഉത്തരം അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് മത്സരം അവസാനിപ്പിക്കാം. അതിന് മുമ്പുള്ള സമ്മാന തുകയായിട്ട് നമുക്ക് മടങ്ങി പോകും. ഇപ്പൊ 1000 രൂപ സേഫ് സോൺ ആണ്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ഇനി ഉത്തരം തെറ്റിപ്പോയാൽ 1000 രൂപ കിട്ടും. പക്ഷെ മുമ്പിലേക്ക് പോകുമ്പോൾ അടുത്ത ചോദ്യം മുതൽ കിട്ടുന്ന തുകകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു ഉത്തരം അറിയില്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം. ടൈമർ ശ്രദ്ധിക്കേണ്ട. ഉത്തരം പറയാൻ സമയം എടുക്കാം, ആലോചിക്കാം. ചോദ്യങ്ങൾ ഒരുപക്ഷെ ഉത്തരങ്ങൾ ഒരുപക്ഷെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കുക, സമയം എടുക്കുക, ആലോചിക്കുക. അപ്പം ഏത് പഴയ നിയമത്തിന്റെ ചോദ്യം വേണോ, പുതിയ നിയമത്തിന്റെ ചോദ്യം വേണോ? പുതിയ നിയമം തന്നെ. പുതിയ നിയമം മതി. അപ്പൊ പുതിയ നിയമത്തിലെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ശമരിയ സ്ത്രീയുമായി യേശു സംഭാഷണത്തിൽ ഏർപ്പെട്ടത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ നയീനിൽ വെച്ച്, ഓപ്ഷൻ ബി ബെത്സൈദ, ഓപ്ഷൻ സി സുഖാർ, ഓപ്ഷൻ ഡി ബെഥാനിയ. ഇതിൽ എവിടെ വെച്ചാണ് ശമരിയ സ്ത്രീയുമായി യേശു സംഭാഷണത്തിൽ ഏർപ്പെട്ടത്? ഓപ്ഷൻ സി സുഖാർ. ഓപ്ഷൻ സി സുഖാർ. ഉറപ്പിക്കുകയാണ്? ഉറപ്പിക്കാം. ഓപ്ഷൻ സി സുഖാർ. ഉത്തരം ഉറപ്പിക്കാം. സുഖാറിലാണെന്ന് ഉറപ്പാണ്. ശമരിയ സ്ത്രീയുമായിട്ട് ശമരിയ വെച്ചല്ലേ സംസാരിക്കണ്ടേ? അല്ല, സുഖാറിൽ വെച്ച. സുഖാറിൽ വെച്ചാണ്. ഉറപ്പാണ്. ശമരിയയിലെ സുഖാർ. സുഖാർ എന്ന് പറയുന്ന സ്ഥലം ശമരിയയിലെ ഒരു സുഖാറിൽ വെച്ചാണ് സംഭവം. ഉറപ്പാണ്. അപ്പൊ നമുക്ക് പണ്ട് എനിക്ക് തോന്നുന്നു പ്രശസ്തമായ ഒരു പാട്ട് ശമരിയ സ്ത്രീയെ കുറിച്ചാണ് ഉള്ളത്. മലയാളത്തിലെ പ്രശസ്തമായ ഒരു പാട്ട്. ആ പാട്ടറിയാമോ? പാട്ട് ഓർക്കുന്നുണ്ടോ? നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് ആഗോള വെള്ളത്തിനായി കാത്തിരുന്നു. പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. നമുക്ക് ഉത്തരം പരിശോധിക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി സുഖാർ എന്ന ഉത്തരം ശരിയാണ്. സുഖാർ എന്ന ഉത്തരം വളരെ ശരിയാണ്. സമ്മാനത്തുക വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ജഡത്തിന്റെ പ്രവൃത്തികളായി ഗലാത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ദുർനടപ്പ്, ഓപ്ഷൻ ബി വിറുവിറുപ്പ്, ഓപ്ഷൻ സി അശുദ്ധി, ഓപ്ഷൻ ഡി വിഗ്രഹാരാധന. ഇവയിൽ ജഡത്തിന്റെ പ്രവൃത്തികളായി ഗലാത്യരിൽ പറയാത്തത് ഏതാണ്? ജഡത്തിന്റെ പ്രവൃത്തികളായി പറയാത്തത് ചില കാര്യങ്ങളൊക്കെ പിറുപിറുപ്പ്. ഉറപ്പാണ്. ഓക്കെ, ഓപ്ഷൻ ബി പിറുപിറുപ്പ്. ഉത്തരം ഉറപ്പിക്കാം. പിറുപിറുപ്പ് ജഡത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ഗലാത്യർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പിറുപിറുപ്പ് വളരെ ഗൗരവമായിട്ടുള്ളൊരു ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, അതൊക്കെ ഈ 3 എണ്ണവും കിടപ്പുണ്ട്. 3 എണ്ണം അതിനകത്ത് ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന ഉള്ളത് കൊണ്ടാണ് പിറുപിറുപ്പ്. എന്നാലും ഞാൻ ഇവിടെ നിർത്തി ഒരു ചോദ്യം ചോദിക്കാം. നമ്മളെല്ലാവരും സാധാരണയായിട്ട് പിറുപിറുക്കാറുണ്ടല്ലോ. പിറുപിറുപ്പ് ജഡത്തിന്റെ പ്രവൃത്തി അല്ല, അത് പിറുപിറുപ്പ് ഇതിനകത്ത് ജഡത്തിന്റെ പ്രവൃത്തി അല്ല. എന്നാലും പിറുപിറുക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? പിറുപിറുക്കും. പിന്നെ സത്യസന്ധമായിട്ട് ഉത്തരം പറയുകയാണ്. സാധാരണ ഇവിടെ വന്നിരിക്കുമ്പോൾ ക്രിസ്തീയ പ്രോഗ്രാം ആയതുകൊണ്ട്
ഞാൻ പിറുപിറുക്കില്ല എന്നൊക്കെ പറയാനാണ് സാധാരണ. പിറുപിറുക്കും. മനുഷ്യരാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിറുപിറുപ്പ് ഉണ്ടാവും അല്ലേ? അങ്കിൾ ഉത്തരം ഒന്നും പറയാൻ എല്ലാവരോടും ഞാൻ ചില സമയത്ത് ദൈവത്തോട് തന്നെ പിറുപിറുക്കും. അപ്പൊ ഏതായാലും നിഷ്കളങ്കമായിട്ട് ആ ഉത്തരം പറയുന്നതിന് പ്രത്യേകം ഒരു അഭിനന്ദനം ഞാൻ പറയുകയാണ്. നമുക്ക് പരിശോധിക്കാം. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, പിറുപിറുപ്പ് എന്നുത്തരം ശരിയാണോ? പിറുപിറുപ്പ് ഉത്തരം വളരെ കൃത്യമാണ്. ത്തിന്റെ പ്രവൃത്തികൾ എല്ലാത്തിലും മനഃപ്പാടമാക്കിയതുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റി. അപ്പൊ പ്രേക്ഷകരെ, നിങ്ങളും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ മനഃപ്പാടമാക്കാൻ പരിശ്രമിക്കുക. ഹൃദയത്തിൽ അത് തങ്ങി നിൽക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 3ാമത്തെ ചോദ്യം, 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പൗലോസുമായി ബന്ധമില്ലാത്ത സന്ദർഭം ഏതാണ്? ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. ഓപ്ഷൻ എ, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പാത്രമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ബി, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ പോക എന്ന് ആത്മാവ് പറഞ്ഞത്. സി, നീ മക്കദോനിക്ക് വന്ന് ഞങ്ങളെ സഹായിക്കാം എന്ന് തന്നോട് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടത്. ഓപ്ഷൻ ഡി, ഭൂകമ്പം ഉണ്ടായി, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ തുറന്നു പോയ സന്ദർഭം. ഇതിൽ പൗലോസുമായി ബന്ധമില്ലാത്ത സന്ദർഭം ഏതാണ്? ബി. ഓപ്ഷൻ ബി, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ഉറപ്പിക്കാം. 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, ഞാൻ അവരെ അയച്ചതാകൊണ്ട്. അപ്പൊ ആരെ അന്വേഷിക്കാനാ 3 പുരുഷന്മാരെ അയച്ചേ? പത്രോസിനെ അന്വേഷിക്കാനാണ്. ആദ്യത്തത് പൗലോസിന്റെ വിളിയുമായി സംബന്ധിച്ച് പറയുന്നതാണെന്ന് തോന്നുന്നു. ജാതികൾക്ക് മുമ്പിൽ എന്റെ നാമം, അനന്യാസിനോട് ദൈവം പറയുന്ന, അനന്യാസ് ദൈവത്തോട് പറയുന്ന, ആ മനുഷ്യൻ നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ അനന്യാസിനെ കുറിച്ച് പറയുന്നതാണ്. അവൻ ഞാൻ തിരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് നീ പോകണം. 2, മക്കദോനിക്ക് വന്ന് ഞങ്ങളെ സഹായിക്കാൻ പറയുന്നത്, അത് പൗലോസിനെ കുറിച്ചുള്ള കൃത്യമാണ്. 16ാം അധ്യായത്തിൽ ഭൂകമ്പം ഉണ്ടായി, കാരാഗൃഹം തുറന്നു. അപ്പൊ പിന്നെ ഇതാണ് ഇതിനകത്തല്ലാത്തത് ഒരു ഭാഗം എന്ന് കൃത്യമായിട്ട് മനസ്സിലായത്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി ഉത്തരം ശരിയാണോ? ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ 7ാമത്തെ ചോദ്യവും 2ാമത്തെ റൗണ്ടിലെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2ാമത്തെ റൗണ്ടിലെ അവസാന ചോദ്യമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള. അവസാന ചോദ്യത്തിലേക്ക് പോകാം. അവസാന ചോദ്യത്തിന് കൂടെ ഉത്തരം നൽകിയാൽ 3000 രൂപയുടെ ഒരു സേഫ് സോണിൽ നമ്മൾ എത്തും. അവസാന ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 2ാമത്തെ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം. അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? ഓപ്ഷൻ എ, അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സൗഖ്യമാക്കിയപ്പോൾ. ഓപ്ഷൻ ബി, യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ. ഓപ്ഷൻ സി, തങ്ങളിൽ ആർ വലിയവനെന്ന് ശിഷ്യന്മാരുടെ തർക്കമുണ്ടായപ്പോൾ. ഓപ്ഷൻ ഡി, പിറവിയിലെ കുരുടനായ മനുഷ്യന് സൗഖ്യം നൽകിയപ്പോൾ. ഇതിലേത് സന്ദർഭത്തിലാണ് യേശു പറഞ്ഞത് നിങ്ങളെ ഞാൻ എത്രത്തോളം സഹിക്കും? അവിശ്വാസവും കോട്ടവും സമയം എടുത്താണ്. ഓപ്ഷൻ ഒന്നുകൂടെ പറയണോ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ, ശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യേശു പറഞ്ഞ ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ഉത്തരം ഉറപ്പിക്കാം. സംശയമൊന്നുമില്ലല്ലോ. പിറവിക്കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കൃത്യമായ ആ സന്ദർഭം പറഞ്ഞു. അവർക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ബാലിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈശോയോട് പറഞ്ഞ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കർത്താവ് മിക്കവാറും നമുക്കും അവിശ്വാസം ഇച്ചിരി കൂടുതലുള്ള ആൾക്കാരാണല്ലേ. നമ്മളെയും കർത്താവ് ഇത് തന്നെയായിരിക്കും വിളിക്കുക മിക്കവാറും അല്ലേ. പല കാര്യങ്ങളും നമുക്ക് വിശ്വാസത്തോടെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. മിക്കവാറും നമ്മളെ അഭിസംബോധന ചെയ്യാറുള്ള വാക്യം ഇത് തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ, അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സൗഖ്യമാക്കിയപ്പോൾ എന്ന ഉത്തരം ശരിയാണ്. 3000 രൂപ സമ്മാന തുകയുടെ സേഫ് സോണിൽ പ്രിയ മാത്യു PC അങ്കിൾ എത്തിയിട്ടുണ്ട്. 2 റൗണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ കുറച്ചധികം നമ്മുടെ എപ്പിസോഡ് ശ്രദ്ധിച്ചെങ്കിൽ അത് മനസ്സിലാകും. 3ാമത്തെ റൗണ്ടിൽ നമ്മൾ കടന്നു പോകുമ്പോൾ 3 ഓപ്ഷനാണ് തിരഞ്ഞെടുക്കാൻ നമ്മുടെ മുമ്പിലുള്ളത്. അതിലൊന്ന് ലോക മതങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്.
2 മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 3 ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ക്രൈസ്തവ ഗാനങ്ങൾ വരുമ്പോൾ ഒരു പാട്ട് ചിലപ്പോൾ അത് ചോദിച്ചിട്ട് അതിന്റെ ആദ്യത്തെ വരികൾ പറയാനായിരിക്കും, പാട്ടിന്റെ എഴുത്തുകാരനെ കുറിച്ച് പറയാനായിരിക്കും, പാട്ടിന്റെ സന്ദർഭം പറയാനായിരിക്കും, ചിലപ്പോൾ ആ പാട്ട് എഴുതിയ വാക്യം പറയാനായിരിക്കും. രണ്ടാമത്തത് മിഷണറിമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ വന്ന കാലം, വർഷം, അവരുടെ പ്രവർത്തന രീതികൾ. മതങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ആചാരങ്ങൾ, അവരുടെ നേതാക്കന്മാർ, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് റിലീജിയൻ മുൻപോട്ട് പോകാം. നോക്കാം. 3 ഓപ്ഷനും അറിയത്തില്ല. റിലീജിയന് റിലീജിയൻ മുമ്പോട്ട് പോകാം. മതം. അപ്പോ റിലീജിയൻ, മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുൻപോട്ട് പോകാം. 3-ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം: ഭാരതത്തിൽ ജന്മം കൊണ്ട മതങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മതം ഏതാണ്? ഭാരതത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞത്. ഓപ്ഷൻ എ സിഖ് മതം, ഓപ്ഷൻ ബി ജൈനമതം, ഓപ്ഷൻ സി ഹിന്ദുമതം, ഓപ്ഷൻ ഡി ബുദ്ധമതം. ഇതിൽ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും പുതിയത് ഏതാണ് ഭാരതത്തിൽ വന്നത്? ആലോചിച്ച് ഉത്തരം മതി. ഹിന്ദുമതത്തെ കുറിച്ച് അറിയാം, ബുദ്ധമതത്തെ കുറിച്ച് അറിയാം, സിഖ് മതം, ജൈനമതം. ഇതിലേറ്റവും പുതുതായി ആവിർഭവിച്ച മതം ഏതായിരിക്കാം? സേഫ് സോണിലായതുകൊണ്ട് ഒരു കറക്കി അറിയാം. കറക്കി നോക്കാം. സിഖ് മതമാണ്. ജൈനമതം അതിന് മുമ്പ് വന്നതാണ്. കറക്കി എറിഞ്ഞ് നോക്കാം. സിഖ് മതം, ജൈനമതം, അവയിൽ ഏതാണ് എന്നുള്ളതാണ് ഇപ്പൊ സംശയം അല്ലെ? സംശയം. ഒന്ന് എറിഞ്ഞു നോക്ക. ജൈനമതം ഏത് കാലത്തായിരുന്നു? ജൈനമതം ഇപ്പൊ അത്രത്തോളം ആളുകൾ ജൈനമത അനുസാരികളില്ല. മതമാണെങ്കിൽ പഞ്ചാബിലൊക്കെ ഇപ്പോഴും നിലവിലുള്ള ഇതാണ്. അപ്പൊ ഏതാണ് പ്രാചീനമെന്നൊരു കണക്കുകൂട്ടലിലേക്ക് വരാം. അതുകൊണ്ട് സിഖ് മതം തന്നെ. സിഖ് മതമാണ്, ജൈനമതമല്ല. ജൈനമതം വന്ന് നേരത്തെ പോയി അതിന് മുമ്പുള്ള ഒരു കാലത്തെ ആണെന്ന് ജൈനന്മാരുടെ കാലം. ഓക്കെ, എന്നാ നമുക്ക് അപ്പൊ ഓപ്ഷനെ നോക്കാം. ഓപ്ഷൻ എ സിഖ് മതം. ഉത്തരം ഉറപ്പിക്കുകയാണ്. അങ്കിളിനും അത് വ്യക്തമല്ല, എന്നാലും ഗസ് ചെയ്താണ്. ജൈനമതമോ സിഖ് മതമോ ആണ് എന്നുള്ള ഉറപ്പിൽ നിന്ന് ഒരു സേഫ് സോണിലായതുകൊണ്ട് വളരെ ധൈര്യമായി സിഖ് മതം എന്ന ഉത്തരത്തിൽ തന്റെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ സിഖ് മതം. ഉത്തരം ശരിയാണോ? സിഖ് മതം ഉത്തരം ശരിയാണ്. ആ ഗസ് വളരെ കൃത്യമായിരുന്നു. അപ്പൊ സമ്മാനത്തുക 4000 എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി പറയുന്ന അടുത്ത ചോദ്യം അറിയത്തില്ലെങ്കിൽ അവസാനിപ്പിക്കാം. അപ്പൊ 4000 സമ്മാനത്തുകയായിട്ട് പോകാം. ഇതുപോലെ തന്നെ ഗസ് ചെയ്ത് ഇനി അബദ്ധം പറ്റി എന്ന് പറയണ്ട. അപ്പൊ നമുക്ക് അടുത്ത ജൈനമതത്തെ കുറിച്ച് എനിക്ക് അറിയാം. ഇത് രണ്ടുമല്ല, ജൈനമതം പഴയതാ, ജൈനന്മാരുടെ കാലവും പഠിച്ചിട്ടുണ്ട്. പക്ഷെ സിഖ് മതം ഇപ്പൊ തന്നെ നിലവിലുണ്ട്. സിഖ് മതം നിലവിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3-ാമത്തെ റൗണ്ടിലെ അടുത്ത ചോദ്യം, 2-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 3-ാമത്തെ റൗണ്ടിൽ 2-ാമത്തെ ചോദ്യം: അയോഗ്യന്മാരായ അവരിൽ നിന്ന് മറച്ചു വെച്ച് സ്വഭാവ ശ്രേഷ്ഠതയുള്ള ശിഷ്യന്മാർക്ക് രഹസ്യമായി പകർന്നു കൊടുത്ത ഉപദേശങ്ങൾക്ക് ഇവയിൽ ഏത് പേരാണ് ഹിന്ദുമതം നൽകിയിട്ടുള്ളത്? അതായത് അയോഗ്യന്മാരായ ആളുകളെ മറച്ചു വെച്ചു, സ്വഭാവ ശ്രേഷ്ഠതയുള്ള ആളുകൾക്ക് രഹസ്യമായിട്ട് കൊടുത്ത ഉപദേശം. ഓപ്ഷൻ എ വേദസംഹിത, ഓപ്ഷൻ ബി ഉപനിഷത്തുകൾ, ഓപ്ഷൻ സി ബ്രാഹ്മണ്യകങ്ങൾ, ഓപ്ഷൻ ഡി ആരണ്യകങ്ങൾ. ഇവയിൽ ഏതാണ് സ്വഭാവ ശ്രേഷ്ഠതയുള്ള ശിഷ്യന്മാർക്ക് രഹസ്യമായി പകർന്നു കൊടുത്തത്? ഹിന്ദുമതത്തിലെ ചില എഴുത്തുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. രഹസ്യമായി പകർന്നു കൊടുത്തത്. വേദസംഹിത ആർക്കാണ് കൊടുത്തതെന്ന് ആലോചിക്കാം. ഉപനിഷത്ത്, ആ പദത്തിന്റെ അർത്ഥമൊക്കെ ചിന്തിക്കാം. ഉപനിഷത്ത്. ബ്രാഹ്മണ്യകങ്ങൾ, അതും ചിന്തിക്കാം. ആരണ്യകങ്ങൾ, അതും ചിന്തിക്കാം. എനിക്ക് ആരണ്യകങ്ങൾ കാടുമായിട്ട് ബന്ധപ്പെട്ടത്, വനത്തിൽ വെച്ച് കൊടുത്തതിനകത്ത് ആരണ്യകങ്ങൾ. ആൻസർ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞു തെറ്റിയാൽ 3000 രൂപയിലേക്ക് മടങ്ങി പോകും. ഇല്ല, ഇനി ഉത്തരം അറിയില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ 4000 രൂപ സമ്മാനത്തുക.
അവസാനിപ്പിക്കുന്നു? ഉറപ്പില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കാം. ഉറപ്പില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്കിൾ അതിലും പറയാൻ ഒരു സംശയമേ ഉള്ളൂ. സംശയമുണ്ട്. അല്ല, നമുക്ക് മത്സരം അവസാനിപ്പിക്കാം. അതായിരിക്കും സംശയമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണ്ട. അപ്പൊ അങ്കിൾ ഏതായാലും 2 റൗണ്ട് പൂർത്തീകരിച്ച് 3ാമത്തെ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യവും ആ ഓർമ്മയിൽ നിന്ന് ആ ഉത്തരത്തിലെത്തി 4000 രൂപയുടെ സമ്മാനത്തുക കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി ആ മത്സരം അവസാനിച്ചു എങ്കിലും ഏതായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഉത്തരം? ഉപനിഷത്തുകൾ. ആ ഉത്തരം പറയാമായിരുന്നല്ലോ, നമുക്ക് ഉറപ്പിച്ചു നോക്കാം. ഉപനിഷത്തുകൾ. ഓപ്ഷൻ ബി ഉപനിഷത്ത്. ഉത്തരം നമുക്ക് ഉറപ്പിക്കാം, പരിശോധിക്കാം. മത്സരം അവസാനിച്ചതാണ്, നമ്മൾ വീണ്ടും മുന്നോട്ടൊന്ന് പോയി നോക്കുന്നതാണ്. സംശയം ശരിയാ, ഉപനിഷത്തുകൾ. ഉത്തരം ശരിയായിരുന്നു. 5000 രൂപയാണ് പോയത്. ഏതായാലും അങ്കിൾ വന്നു, ആ ബോധ്യത്തിൽ നിന്ന് നല്ലപോലെ മത്സരിച്ചു. ആ ഉത്തരവും പറയാമായിരുന്നു. എങ്കിലും ആ നല്ല തീരുമാനമാണ് എടുത്തത്. കാരണം തെറ്റിപ്പോയിരുന്നെങ്കിൽ നമുക്ക് 3000 പോകും, നഷ്ടമാണ്. 3000ലേക്ക് പോകും. എന്നാലും മത്സരിച്ചപ്പോ എന്ത് തോന്നുന്നു? ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല അഭിപ്രായം തന്നെ. അപ്പോ ഇനിയും ആളുകൾ വന്ന് മത്സരിക്കട്ടെ. നിങ്ങൾക്ക് ബൈബിൾ അങ്കിൾ എത്രയോ തവണ ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞു. ഇതൊരു സംശയവും, പക്ഷെ ആണെന്നറിയാമെങ്കിൽ ഒരു സംശയമുള്ളതുകൊണ്ട് ഞാൻ സംശയമുള്ളതുകൊണ്ട് നിർത്തി. എത്ര തവണ ബൈബിൾ വായിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്? 5 തവണ. 5 തവണ ബൈബിൾ നല്ലപോലെ മനസ്സിരുത്തി വായിക്കുകയാണ്. അതൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു. ആദ്യമൊക്കെ ഓട്ടപ്രദക്ഷിണമായിരുന്നു. അത് കഴിഞ്ഞ് വായിച്ച് തീർക്കാൻ വേണ്ടി ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കണം എന്നുള്ള കണക്കിലായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധയോടുകൂടെ പിന്നെ ബൈബിൾ മനസ്സിരുത്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിക്കുകയായിരുന്നു. വായിച്ചു തീർക്കാൻ വേണ്ടി വായിക്കുകയല്ല, വായിക്കാൻ വേണ്ടി വായിച്ച സമയങ്ങളായിരുന്നു. അങ്ങനെ വായിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ഉത്തരം പറയാൻ പറ്റിയത്. ഏതായാലും പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ അവസാനത്തെ സൂചന കൂടെ ഞങ്ങൾ ഈ സമയം നൽകുകയാണ്. ഇതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള അവസാനത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന: സ്വർഗരാജ്യവുമായി സാദൃശ്യപ്പെടുത്തി യേശുക്രിസ്തു പറഞ്ഞ അനേക ഉപമകളിൽ ഒന്നായ ഈ ഉപമ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ. ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. അപ്പൊ ഏതായാലും ഇവിടെ നിന്ന് കടന്നു വന്നു, നന്നായി മത്സരിച്ചു. 4000 രൂപയുടെ സമ്മാനത്തുക. ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. അന്ന് മത്സരിച്ച സമ്മാനത്തുക നേടി. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും അറിയിക്കുന്നു. നിങ്ങൾക്കും അങ്കിളിനെ പോലെ ഇങ്ങനെ വീടുകളിൽ സമയം വെറുതെ ചെലവഴിക്കാതെ ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം ചെലവഴിച്ച് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് മത്സരിക്കാം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. വീണ്ടും ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains, powered by Good News Life.